കണ്ണൂരും DKC വടകരയും തമ്മിലുള്ള പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 17-8 എന്ന നിലയിൽ ഇതാ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കളി കഴിഞ്ഞാൽ ഉടൻ NKC ചെമ്പരിക്ക ചെമ്പരിക്ക നവോദയ വർഷം തോറും വരുന്നില്ലേ? വാന്ന് കുറച്ചേരം കണ്ടിട്ട് വന്നു. അടുത്ത കൊല്ലാട്ട് ഉഗ്രങ്ങളെ വാ. എനിക്ക് ഇഷ്ടമില്ല. എന്തായി തുടങ്ങിയ തമ്മിലുള്ള ആവേശകരമായ പോരാട്ടം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ മത്സരത്തിന് ശേഷം എന്തായി തുടങ്ങിട്ട് പറയാ? നേരത്തെ തുടങ്ങി. സുരേഷ്, മധു, മറ്റേ മധു ഒന്നും മിണ്ടാനും പറ്റണില്ല. ഹലാക്കിന്റെ ഹൗലും കഞ്ഞി ഇട് വാ. എന്തിനാണ് ഇവനൊക്കെ ഇപ്പൊ കൊല കൊടുത്ത്? തലക്കല്ലടാ, നടുവിനാണ്. ആ ഞങ്ങൾ ഹോസ്പിറ്റലാ. ആ ഓക്കെ. നീയൊക്കെ ഇതിൽ കളിക്കാനാണ് ഇങ്ങോട്ട് വന്നത്? വാടാ, ഒരു സെൽഫി എടുക്കണം. എന്നാലും വാ. എടാ ഒന്ന് ചിരിക്കടാ. നീയൊക്കെ എന്ത് പരാജയടാ? എന്നാലും നിനക്ക് ഇതങ്ങനെ പറ്റിയടാ? വല്ലാത്ത സംഭവം പോയിട്ടാ. അമ്മ കൈ കഴുകിയിട്ടാണ് ഈ പിഴിഞ്ഞോണ്ടിരിക്കണത്. ആ കൈ കാണിച്ചേ. ആ ബെസ്റ്റ്. വേണമെങ്കിൽ കുടിച്ചാൽ മതി, അല്ലെങ്കിൽ നീ കുടിക്കണ്ട. എന്നാടാ മക്കളെ? അയ്യോ വേണ്ട, എനിക്ക് തൊണ്ടവേനാണ്. എടാ നോ താങ്ക്സ്. എന്നാരും കുടിക്കണ്ട പോ. ഇതിന് ഇത്രയും രുചിയുണ്ട് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ആ ക്യാഷവാട് നമ്മുടെ നിന്ന് പോയല്ലടാ. ഒരു 5 രൂപ പോക്കറ്റിലിരുന്നേനെ. അതെ സിസ്റ്ററിന് കളിക്കാരനത് എന്ത് പറ്റി? ചെമ്പരക്കയുടെ പടത്തലവന്. പടത്തലവന്റെ നടുവ് പോയി. കളിയൊക്കെയല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങൾ അഡ്മിറ്റായോ? പണിയൊന്നുമില്ലല്ലോ അമ്മേ, ഇതിനകത്തൊരു പൊടിയുണ്ടേ, കാൽസ്യം വൈറ്റമിൻ ഡി അടങ്ങിയതാ. ഇച്ചായൻ കാനഡയിൽ നിന്ന് തന്നയച്ചതാ. ഡേറ്റ് കഴിഞ്ഞാണെന്ന് നോക്കി കിട്ടാമേ. അച്ചാരിയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. നീ കഴിക്കണ്ട. എന്തേ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. എടാ നമ്മൾ പോന്നു. നിങ്ങൾ സംസാരിച്ചിരിക്കും. അല്ല നിങ്ങൾ പോലെ നിക്ക്. അല്ലടാ, പോയിട്ട് വരാം. ഇനി ഒരു നിൽക്കത്തില്ല. ഞാൻ വന്നില്ലേ? എടാ വാട്സപ്പിൽ വന്നൊക്കെ ഇങ്ങോട്ട് ആയിക്കിട്ടാ. സമയം പോണ്ടേ? ആയിക്കോട്ടെ. എടാ അവര് പോയത് നിന്നെ കണ്ടിട്ടൊന്നും അല്ല കേട്ടോ. എൻ്റെ ഓട്ടോമാരയിലാണ്. അതുമായിട്ട് കറങ്ങാൻ പോണതാ. എന്നാ ഞാനും ഇറങ്ങട്ടെ. വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കാലോ? ഓ അയക്കാം. പിന്നെ ഓട്ടോ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓട്ടോയ്ക്ക് വാവ എത്തിയിട്ട് മതി. മോൾക്കെന്ന് പോണ്ടായിരുന്നോ? ഡ്യൂട്ടിയൊക്കെ ഉച്ചയ്ക്ക് കഴിഞ്ഞമ്മ. റെസ്റ്റ് എടുക്ക്, നടുവല്ലേ. പോട്ടെ. നല്ലവളാ. കുറച്ച് പൈസ എൻ്റെ മറ്റേ കുറി വീണത്. മോന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഓ ആ മുസമ്പി ആയിരിക്കും. അല്ല വീട്ടിൽ നിന്ന് വേറെ ആരും വന്നില്ലേ? വന്നു. എന്നേ പോട്ടെ. ആ ഇപ്പൊ അവിടെ ആരുമില്ല. വാ. എടാ വാവേ, നിനക്ക് മനസ്സിലായി ഇയാളെ? മണിയംകുളത്തെ ഷുക്കൂർ. ഇയാളെ മോളിവിടെ അഡ്മിറ്റാ. സ്കാൻ ചെയ്യാൻ എന്തോ പറഞ്ഞു. നിൻ്റെ കയ്യിൽ പൈസ കാണും.
വാങ്ങിച്ചോ. മറക്കൂല മോനെ, ഒരിക്കലും. മനസ്സിലായോ കുഞ്ഞെ? നമസ്തേ. വേദനയൊക്കെ എങ്ങനെയുണ്ട്? മാറി വരുന്നു കൂട്ടാ. കുട്ടനാ? അല്ലേട്ടാ, എല്ലാവരും ഉണ്ടല്ലോ. ഞാനേ നമ്മുടെ കുട്ടൻ മെസ്സേജ്. ആ, കുട്ടൻ. കുട്ടൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, 2 ദിവസത്തിനകം വണ്ടി എടുക്കാം. അച്ഛനെവിടെ? അച്ഛനൊന്ന് പുറത്തുപോയി. ഞങ്ങൾ വന്നതെന്തിനാന്നറിയും? എടാ വാവി, ഒന്നുകിൽ നീ ഞങ്ങൾ പറയുന്ന കേൾക്ക്. ആ മൊബൈൽ അവിടെ വെക്ക്. ഞങ്ങൾ വന്നതെന്തിനാന്നറിയോ? അത്ര പറയാനെന്താ ഉള്ളത്? ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്ന് കിടക്കല്ലേ. അപ്പം എന്നെ കാണാനും സൗകര്യം അന്വേഷിക്കാനും ഒക്കെ ആപ്പിൾ ഓറഞ്ചൊന്നും കൊണ്ടുവന്നില്ലടാ മനോജ്. എടാ നിന്റെ ദണ്ണറിയാനൊക്കെ കൂടി തന്നെയാ വന്നത്. അതുമാത്രമല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട്. ക്ഷേത്രത്തിലൊരു ചെറിയ പരിപാടി. താഴെ കൂടെ ഒന്ന് സ്വർണം പൂശണം. ഉണ്ണിത്താൻ ചേട്ടന്റെ കാലാവധി ഈ വർഷം കഴിയും. താഴെ കൂടെ ഒന്ന് സ്വർണം പൂശി ഒരാഴ്ച അന്നദാനം നടത്തിയിട്ട് സ്ഥാനം ഒഴിയണമെന്നാണ് പുള്ളിയുടെ ആഗ്രഹം. നല്ല പരിപാടിയല്ലേ? നല്ല പരിപാടിയൊക്കെ തന്നെ, പക്ഷെ ഇതാണ് ചെറിയ പരിപാടി. ഇതിനൊക്കെ വലിയ ചിലവ് വരില്ലേ? തന്ത്രി എസ്റ്റിമേറ്റ് ഇട്ട് തന്നു 20 ലക്ഷം. എൻ്റെ അമ്മ 20 ലക്ഷം! ഇത് ആരെടുത്ത് ചെലവാക്കും? അതിനല്ലേ വാവേ നമ്മളെല്ലാരും കൂടി അങ്ങ് വഹിക്കും. നാട്ടുകാരുടെ ആവശ്യമല്ലേ? നാട്ടുകാരെന്തോന്ന് ആവശ്യം? ക്ഷേത്രം വേണം, നല്ലത് തന്നെ. പക്ഷെ ദൈവത്തിന് എന്തിനാണ് ഈ സ്വർണ്ണത്താഴെ കൂടം? അതുപോലെ അന്നദാനം. ഏതെങ്കിലും ഒരു പട്ടിണിക്കാരൻ അവിടെ വന്ന് ആഹാരം കഴിക്കണത് ഞാൻ കണ്ടിട്ടില്ല. ഈ AC കാറിൽ വന്ന തടിയന്മാർക്ക് കൊടുക്കണാണോ ദാനം? നീ എന്താണ് കമ്മ്യൂണിസ്റ്റായ? ആ, കാര്യം പറയുമ്പോൾ അങ്ങനെ പറഞ്ഞോളണം. ഈ 20 ലക്ഷം രൂപയ്ക്ക് ക്ഷേത്രത്തിന്റെ പേരിൽ എത്ര പാവപ്പെട്ട പിള്ളേരെ കല്യാണം നടത്താം? എടാ, നീ ഡെയിലി ടൗണിൽ പോണല്ലേ? റോഡിന്റെ ഇരുവശം കണ്ടിട്ടുണ്ട? എത്ര പള്ളികളാണ് അവരെ കെട്ടിപ്പോക്കണത്? അത് 3-4 നില. അതിന് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? അവർ കെട്ടിപ്പോക്കുന്നുണ്ട് അവരെ പണം ഉണ്ടായിട്ട്. പിന്നെ അറബി നാട്ടിൽ നിന്നും വരുന്നുണ്ടാവും. അല്ലാതെ കഞ്ഞിക്ക് വകയില്ലാത്ത എന്നെ പോലത്തെ ഓട്ടോറിക്ഷക്കാരനും കൂലിപ്പണിക്കാരും ചേർന്നല്ല പണിതത്. ഞാനൊന്നും പറയാനുള്ള, എന്താന്ന് വെച്ചാൽ എഴുതിക്കോ. ഇപ്പൊ എന്തിനാടി കത്തറിയ? നിങ്ങളുടെ ചെവി മുറിക്കാൻ മിണ്ടാതെ കിടന്നു. നീ പറയും, പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇതുങ്ങളൊക്കെ ആയിട്ടല്ലേ കൂട്ട്. എഴുതി വെക്കാം, കിട്ടുമ്പോ തന്നാ മതി. അടിക്കടാ മനോജേ, ഈ കളി നമ്മൾ ജയിക്കൂട്ടാ. ദേ നല്ല കളിയാവേ. എടാ ചന്ദ്ര, നിനക്ക് ഈ കളിയുടെ പേരെന്താണെന്നറിയോ? വല്ലതും തിരിഞ്ഞിട്ടാണോ നീ ഇരുന്ന് കാണുന്നത്? എടാ, തിരിഞ്ഞില്ലെങ്കിൽ എന്താ, പാകിസ്ഥാന്റെ കൂടെ അല്ലേ ഈ കളി നമ്മൾ ജയിക്കും. നീ നോക്കിക്കോ. സത്യം പറ, നിനക്ക് എന്റെ പേരറിയോ? അറിയാ. എന്നാ പറടാ. ദേവദാസേ, എടാ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോ ഒരു വെള്ളം കുടിക്കാൻ തരില്ലേ? നാരങ്ങളോ? അതല്ലടാ, ഒരു കളർ വെള്ളം തരില്ലേ? ഏത് സ്ക്വാഷാ? അത് തന്നെ കളി. അടിടാ ഇവനെന്ത്. ഇതില് പാകിസ്ഥാൻ ലോക ചാമ്പ്യന്മാരാണ്, ഇന്ത്യ ഒന്നുമല്ല. അതൊക്കെ പണ്ട്. നീ ഈ കളി നോക്കിക്കോ. ക്രിക്കറ്റ് വല്ല ആയിരിക്കണമായിരുന്നു അടിച്ചവന്മാരുടെ. പിന്നെ അല്ല, ആരോടൊക്കെ തോറ്റാലും പാകിസ്ഥാനോട് ജയിക്കും കിട്ടുന്ന ഒരു ഗുമ്മുണ്ടല്ലോ. നീ എന്നായി കിടന്ന് ചാടുന്നു? നമ്മളല്ല ജയിച്ച, അവന്മാരെ ജയിച്ചേ. പാകിസ്ഥാൻ വിൻസ്. ഇവന്മാര് നാണം കെടുത്തു. TV ഓഫ് ചെയ്യടാ. എടാ തോറ്റാലെന്താ പൊരിയാ തോറ്റത്? എന്തായാലും തോറ്റല്ല. ആ കളി കൂട്ടറ, യുദ്ധം വരട്ടെ, അപ്പൊ കാണിച്ചു കൊടുക്കാം. ഇവന്മാരോട് ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോ എന്തിനാ കളിക്കുന്നത്? അതിലാണ് പോയത്. നിനക്ക് എന്താ അന്നത്ര ചിരി? ചിരിക്കാൻ പാടില്ലേ? ഇന്ത്യ തോറ്റെന്ന് ചിരിക്കുമല്ലേ? ഇന്ത്യ പറ്റുന്നോ? എവിടെ, എപ്പോ, എങ്ങനെ? ഓ, നീ ഒന്നും അറിഞ്ഞില്ലല്ലേ? വെറുതെ ഒരു ചിരി അങ്ങോട്ട് വന്നല്ലേ? എന്താ നിനക്ക് എന്നെ കാണുമ്പോ ഇത്ര ചൊറിച്ചൊരു? തോറ്റത് ഇന്ത്യയാണ്. നീ ഒന്നും കൂടുതൽ കളിക്കണ്ടാ, ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എന്ത് തലണോ? എന്താണ് നീ അംബാനെ പറ്റി കുറ്റം പറഞ്ഞു, പക്ഷെ ഇന്ത്യയെ പറ്റി പറഞ്ഞ പട്ടി ചന്ദ്ര.
എന്താണ് നോക്കണം നീ? എന്താണ് നോക്കണേ? വണ്ടി നോക്കിയടാ. വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല ചേട്ടാ. ഹലോ, എവിടാ? ആ ശരി. നീ ആരാടാ മറ്റവന് വെറുതെ ആളുകളെ തന്നെ? നിന്റെ തന്തയുടെ വകയാണോ ഇന്ത്യ? അവനും എനിക്കും നിനക്കൊക്കെ ഒരേ അവകാശമാണ് ഈ രാജ്യത്തുള്ളത്. നീ മേലാലിമാര് വേഷം കിട്ടി കാണിച്ചാണ്ടല്ലോ. ആ ഷാജാനെ, ഇത് നിനക്ക് കിട്ടിയ അടിയല്ല, നമ്മുടെ സമുദായത്തിന് കിട്ടിയ അടിയാണ്. നീ സമ്മതിച്ചേരില്ല എങ്കിലും ഞാനൊരു കാര്യം പറയാം. നമ്മുടെ വിശ്വാസങ്ങൾക്കും ആദർശങ്ങൾക്കും നേരെയുള്ള കടന്നുകയറ്റാണ്. അത് ശരിയാ. ഇത് ദീനിനും ദീനികൾക്കും കിട്ടിയ അടിയാ. പാകിസ്ഥാനിൽ പോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കൈയും കെട്ടി നിച്ചിരിച്ച് വിസ തന്നാ പോകാമെന്ന് ഉസ്താദ് തമാശ പറഞ്ഞു. ഇതിങ്ങനെ പോയാലേ നമ്മൾ പാകിസ്ഥാനിൽ തന്നെ പോകേണ്ടി വരും. തല്ലിയാ തിരിച്ചാലണം. അല്ലാണ്ട് കൊണ്ടോട്ടിരിക്കാൻ ഒക്കില്ല. കൊണ്ടോട്ടി നമ്മളെ പിള്ളേരുണ്ട്, വിളിച്ചാൽ പറന്നു വരും. നല്ല കഥയെ. ആ ഉണക്കചന്ദ്രനെ തല്ലാനോ കൊണ്ടോട്ടിക്കാർ? തല്ലണമെന്ന് വെച്ചാൽ തല്ല, പക്ഷെ എന്തിന്? അത് പിന്നെ വളർന്ന് എവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയോ മുജീബിന്? എങ്കിൽ പിന്നെ സ്ഥിരമായിട്ട് അടികൊള്ളാം. ഉസ്താദെ, എൻ്റെ കാര്യത്തിൻ്റെ പേരിൽ ആവശ്യമില്ലാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഞാനും ചന്ദ്രൻ നമ്മളെ പ്രശ്നത്തിൻ്റെ പേരിൽ ആവശ്യമില്ലാതെ രാജ്യത്തിൻ്റെ മതത്തിൻ്റെ പേരൊക്കെ എന്തിനാ വലിച്ചെടുക്കുന്നത്? അതേക്കാ, രാജ്യത്തിന്റെ കാര്യം പറഞ്ഞു തന്നെയാണ് അവനെ നിൽക്കാനെ തല്ലിയത്. ഞാൻ കണ്ടാണല്ലോ. എടാ, അവനെ തല്ലെങ്കിൽ എനിക്ക് തിരിച്ചാലും അറിയാം. അതിന് കൊണ്ടോട്ടിന്നും കൊയിലാണ്ടിന്നും ആരും പറന്നും നീന്തിയൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. കഷ്ടം. ഏ വരണുണ്ട്. ഇവനാണിത് മൊത്തം വഷളാക്കണേ. ഷാജാനെ, നീ ഇവനായിട്ട് വേണ്ടാട്ടാ. എന്താ എടാ, നിങ്ങൾ മീറ്റിംഗ് കൂടുകയെന്ന് ഞാൻ അറിഞ്ഞു. അവൻ ആവശ്യത്തിനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അവൻ മിണ്ടൂല. അതിൻ്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറ. നിനക്കെന്നോടെ കാര്യം? വെള്ളം ഉണ്ടെങ്കിലേ പള്ളിക്ക് പുറത്ത്. മുക്രി, വേണ്ടാതിനും പറയരുത്. പള്ളിയിലേക്ക് ആർക്കും വരാം. വരുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇമാതിരി വേണ്ടാതിനും ചെയ്തിട്ട് തീർപ്പാക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട. ഞാൻ തീർപ്പാക്കാൻ വന്നതല്ല, അവന് വേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരു വഴക്ക് വേണ്ടെന്ന് പറയാൻ വന്നാണ്. നീ കൊടുത്തോന്ന് ഞങ്ങൾക്കറിയണ്ട. നീയായി നിന്റെ പാടായി. ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾ ഈ നാട് കുട്ടിച്ചോറാക്കും അല്ലേ? വേണ്ടാതീനം പറയല്ലേ. നീ ആള് ചാരനാണ്, എനിക്കറിയാടാ. ഷാജാൻ ഇവന് ആള് ഇബ്ലീസാണ്. ഈ ശൈത്താനോട് കൂട്ട് വേണ്ട. മുജീബിക്ക ഇങ്ങനോട് അനാവശ്യം പറയലെന്ന് പറഞ്ഞ നീ എന്തിയോടെ നാറി. നാറിയന്റെ മറ്റവൻ നീ പോയെ? അല്ല മുജീബിക്ക, വാവയോടെ പറഞ്ഞത്. പോവാവേ. പോടാ. നീ ഇവനായിട്ടുള്ള കൂട്ട് അവസാനിപ്പിച്ചോട്ടാ. ഇത് നിന്റെ അവസാനത്തിനാ. പറഞ്ഞു മനസ്സിലാക്കി ഉസ്താദേ. പറഞ്ഞ് മനസ്സിലാക്കാനൊന്നുമില്ല. പള്ളിമുറ്റത്ത് അവന്റെ കടി. ഓൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടോ? നിങ്ങളെന്ന് ചുമ്മാരിക്കുന്നേ. കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. എന്നാലും അങ്ങനെയല്ലല്ലോ. ചന്ദ്രന്റെ വായിന്ന് കേൾക്കണം. അതല്ല എൻ്റെ ഒരു രീതി. ചേട്ടാ, ഞാനും സുന്ദരനും തുളസിയും കൂടി നമ്മുടെ ആ അലക്കണ കുളമില്ലേ, അവിടെ മീൻ പിടിച്ചോണ്ടിരിക്കണായിരുന്നു. പെട്ടെന്ന് ഈ വാവ വണ്ടിയിലൊന്നും ഇറങ്ങിയിട്ട് ഇന്ത്യ നിന്റെ തന്തയുടെ വകടാൻ ചോദിച്ചുകൊണ്ട് പടപെടാന്ന് 3-4 അടി അടിച്ചേട്ടാ. അപ്പൊ നീയൊന്നും ചെയ്തില്ലേ? അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഏട്ടാ. ആരാണ് ഈ സുന്ദരനും തുളസിയും? നമ്മുടെ കൂട്ടത്തിലുള്ളവരെ അല്ല നല്ല ഏട്ടാ, അവന്മാര് മറ്റേ കക്ഷികളാ. അവരുമായിട്ട് ഇവന്റെ നടപ്പ്. അടിക്കാൻ കിട്ടും അത് തന്നെ. അത് കള വീട്ടിൽ. അവേ, ചന്ദ്രൻ പറഞ്ഞുള്ളാണോ? 2 കൊടുത്തു. അടി കൊണ്ട കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ. കൊടുത്ത് എന്തിനാന്ന് കൂടി അറിയണ്ടേ? വെറുതെ നിന്നൊരാളെ ചിരിച്ചെന്നും പറഞ്ഞ് അടിച്ചാൽ അത് ശരിയാണോ? അതും രാജ്യത്തിൻ്റെ പേരും പറഞ്ഞ്. ഈ ഫോണൊന്നും എടുത്തോട്ടെ. എടുത്തോ. ഹലോ. അമ്മയ്ക്ക് തീരെ സുഖമില്ല. നീ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എനിക്ക് വരാൻ പറ്റില്ല. ഞാനെത്താം. ഞാൻ കൊണ്ടുപോവാം. ഓക്കെ. അല്ലെങ്കിൽ തന്നെ ഈ വാവയ്ക്ക് ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരു കൊമ്പ് കൂടുതലാണ്. അങ്ങനെയൊന്നുമില്ല. എന്തോന്ന് കൊമ്പ്? അവൻ എൻ്റെ നല്ല കൂട്ടുകാരനാണ്. പക്ഷേ ഈ കാര്യം പറഞ്ഞ് ചന്ദ്രൻ ആരെ അടിച്ചാലോ ശരിയല്ല. ആളുകൾ തമ്മിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോണ നാടാണിത്. ഇവനെപ്പോലത്തെ ഞരമ്പ് രോഗികൾ അത് ഇല്ലാണ്ടാക്കും. വാവേ, ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട. ചന്ദ്രൻ നമ്മുടെ ആളല്ലേ. ഞാൻ ആ പള്ളിയുടെ അവിടെ നിന്നാണ് വരുന്നത്. അവർ വലിയൊരു മീറ്റിങ്ങിലാണ്. അവിടെയും കാണുമല്ലോ ഇതുപോലെ 1-2 എണ്ണം. ഞാൻ അവിടെ കയറി മാപ്പും പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല.
മാപ്പ് പറയുന്നൊക്കെ പറഞ്ഞാൽ വലിയ മോശമല്ലേ വാവേ? അതുമാത്രമല്ല, അവരുടെ ഇടയിൽ ഒരുത്തന് IS-ഉമായിട്ട് ബന്ധമുണ്ടെന്ന് കേന്ദ്രത്തിൽ നിന്ന് എനിക്ക് റിപ്പോർട്ടും കിട്ടും. നമ്മളൊന്നും സൂക്ഷിക്കണം. അല്ലെങ്കിൽ നിനക്ക് തന്നിഷ്ടം കുറച്ച് കൂടുതലാണ്. അത് ഇതിനകത്ത് നടക്കൂല. നടക്കൂലെങ്കിൽ വേണ്ട, ഞാൻ പൊക്കോളാം. നമുക്ക് പരിഹരിക്കാന്ന്. നിങ്ങൾ പരിഹരിച്ചോ. എനിക്ക് വേറെ പണിയുണ്ട്.